പിണറായി വിജയൻ വേഴ്സസ് ചാണ്ടി ഉമ്മൻ. ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുകയല്ല. രണ്ടുപേരും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും മത്സരിക്കുന്നത് ഇവരുടെ തട്ടകത്തിൽ നിന്നാണ്. പുതുപ്പള്ളി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്ഥലമാണ്. ഉമ്മൻചാണ്ടിയുടെ സ്ഥലത്തിൽ അതേ ലേബലിൽ മത്സരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. മറ്റേടത്ത് ധർമ്മടത്ത് ശ്രീ പിണറായി വിജയൻ മത്സരിക്കുന്നു. പാർട്ടി ഗ്രാമമാണ്, പാർട്ടിയുടെ വോട്ടുകൾ സേഫ് സീറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് മുഖ്യമന്ത്രി മത്സരിക്കുന്നു. പക്ഷെ രണ്ടും തമ്മിൽ ഒരു പ്രത്യേകതകളുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ചാണ്ടി ഉമ്മൻ ഒരു പോസ്റ്ററില്ല, പ്രചരണത്തിന് കോടികളില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പുറത്ത് 42 കോടി 45 കോടി മുടക്കി പ്രൊമോഷൻ പോസ്റ്റേഴ്സ് എല്ലാം വെച്ചിട്ടാണ് പ്രചരണം നടത്തുന്നത്. ഇതെല്ലാം ഏതിനോടാണ് ചിത്രയ്ക്ക് ഒരു യോജിപ്പുള്ളത്? ഇപ്പൊ പിണറായി എന്ന് പറയുമ്പോൾ മൊത്തം കോടികളുടെ കണക്കാണ്. അവിടെ ആയിരങ്ങളോ അല്ലെങ്കിൽ നൂറുകളോ ഒന്നും അവിടെ ഇല്ല, അവിടെ എല്ലാം കോടിക്കണക്കാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരുടെയും ഇങ്ങനെ കമ്പയർ ചെയ്ത് വെച്ചാൽ എനിക്ക് ഈ പോസ്റ്റർ വെക്കുന്നതിനോടോ അല്ലെങ്കിൽ പോയി ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുന്നതിനോടോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. വലിയ വലിയ ബാനറുകളൊക്കെ തൂക്കുന്നതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ അറിഞ്ഞ് നമ്മൾക്ക് വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു വിജയം ഉള്ളൂ. ഇല്ലാണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യം കാണിക്കുന്നത് പോലെ നിങ്ങൾ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കൂ, നിങ്ങളുടെ പല്ലിലെ കറ മാറും എന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ സീരിയൽസിന്റെ ഇടയിലും സിനിമയുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റർ, നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ ഓർത്തിട്ട് വോട്ട് ചെയ്യട്ടെ എന്നാണ് ഇവരുടെ മൈൻഡിൽ വരുന്നത്. അല്ലാണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനോടല്ല ഇവർ ചെയ്യുന്നത്. ഇപ്പൊ പിണറായിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്ത് വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോ ഇനി എങ്ങനെ എനിക്ക് വോട്ട് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ എല്ലാരും അറിയുന്ന ഒരാള് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ എനിക്ക് തോന്നുന്നു നഴ്സറി കുട്ടികൾക്ക് വരെ അറിയാമായിരിക്കും. എന്നിട്ടും പോസ്റ്റർ വെക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീരെ കോൺഫിഡൻസ് ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്ററല്ല, കോടികൾ മുടക്കുന്നുണ്ട്. അതിന് കോടികൾ ഇതൊക്കെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതിനൊക്കെ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്ക് മനസ്സിലാവും. ശരിക്കും ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റേത് സ്ഥാനാർത്ഥികളെ നമ്മൾ മറന്നുപോയാലും മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി മണ്ഡലം നമ്മൾ ആരും മറക്കാൻ പോകുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമല്ല അത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് സീറ്റ് എന്നൊക്കെ പറയുന്നിടത്താണ് മുഖ്യമന്ത്രി പോയി നിൽക്കുന്നത് തന്നെ. സ്വന്തം മണ്ഡലമാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു. ഇനി വെറുതെ പോയി നിന്ന് കഴിഞ്ഞാൽ പോലും ഭൂരിപക്ഷമൊക്കെ നേരത്തെ കാര്യമാണ് പറയുന്നത്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി എല്ലാ ഇടത്തുനിന്ന് കൺവെൻഷനുകളൊക്കെ പോയിട്ട് പേരിന് മാത്രം പോവുമായിരുന്നു. കാരണം ഇവരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് വോട്ട് കിട്ടും. ബാക്കിയുള്ളിടത്താണ് ഒരു സംശയമുള്ളത്. ഇപ്പൊ നേരെ തിരിച്ചാ, അവിടെ 45-50 കോടി മുടക്കി വൻ തരത്തിലൊരു പ്രൊമോഷൻ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് ഒരു മണ്ഡലമുണ്ട് ബേപ്പൂരില് ഒരു റീലിന് 10 ലക്ഷം രൂപയാണ് മുടക്കുന്നത്. ഇത്തരത്തില് അത് മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമാണ്, മരുമകന്റെ മണ്ഡലമാണ്. ഈ കുടുംബത്തില് ഇത്രയധികം പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവരെ ആരെയും ജനങ്ങൾക്ക് വേണ്ടേ? അവിടെ ഉള്ളവർക്കാർക്ക് ഇനി ഇവരെ അറിയത്തില്ല. മറന്നു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചാണ്ടിയുമ്മന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എത്ര പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ അത്രയും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ അത്തരം കാര്യങ്ങളിലേക്ക് പോവാത്തത്. വളരെ കൂളായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര കൂളും ചില്ലും ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും വരേണ്ടത്. ഇല്ലാണ്ട് ഞങ്ങൾ അവിടെ വിപ്ലവം സൃഷ്ടിക്കുന്നൊക്കെ പറയുന്നതും എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു പിണറായി വിജയന്റെ കാര്യം പറയുമ്പോഴേക്കും. പരാതി പറയുന്ന സമയത്ത് ഞങ്ങളുടെ ആശയ ശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ചിത്രയുടെ വിഷയം എന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിലൊരു കിണറില്ല. കിണറെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് റഷ്യൻ വിപ്ലവം തൊട്ടാണ് ചിത്രയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിത്ര എന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ, അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിണറാണെങ്കിൽ കിണർ, വെള്ളം, ഇതാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യം. ഇത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ ഞാൻ ആതിരയോട് ചോദിക്കുകയാണ്, ആതിരക്ക് ബിരിയാണിയാണോ അല്ലെങ്കിൽ ചോറാണോ ഇഷ്ടം എന്ന് പറയുമ്പോൾ ബിരിയാണി ഉണ്ടായ കഥ മൊത്തം എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബിരിയാണി ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ചോറാണോ ഇഷ്ടം എന്നുള്ളത് ഏതാന്ന് വെച്ചാൽ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും കോടികളൊക്കെ മുടക്കി അവിടെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവരെ ഓർമ്മിപ്പിച്ച് എനിക്ക് വോട്ട് ചെയ്യണം
അതിന്റെയൊക്കെ ആവശ്യം ശരിക്കും പറഞ്ഞ ഇല്ല. അത് അങ്ങേരുടെ തോൽവിനെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പൊ ജയിച്ചു പോവുമായിരിക്കും, അതെന്തായാലും ജയിക്കുമായിരിക്കും. എന്നിട്ടും അവിടെ അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വെറുതെ പൈസ കളയാനായിട്ട് കുറെ ഏർപ്പാടുകൾ, ഇതിന്റെ പേരും പറഞ്ഞ് കുറച്ച് പൈസ മുക്ക, അത്രേ ഉള്ളൂ. തീർച്ചയായും ഇത് നമ്മൾ രാഷ്ട്രീയപരമായി സംസാരിക്കുന്നത്, ഇനിയിപ്പോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ചാണ്ടി ഉമ്മന്റെ പ്രൊമോഷൻ ഒന്നുമല്ല. പക്ഷെ ഈ റീൽസിനകത്തിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ടും ജന അഭിപ്രായത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് പുള്ളി ഒരു ടീഷർട്ടും പാൻസും ഇട്ടുകൊണ്ട് ഒരു തൂണിൽ ചാരി നിൽക്കുന്ന ഒരു റീല് വൈറലാവുന്നുണ്ടായിരുന്നു. അതിന്റെ കമന്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാൻ പോവാൻ. രാവിലെ കിടന്നുറങ്ങിയ ചെറുപ്പക്കാരനെ വിളിച്ചാരോ കൊണ്ട് നിർത്തിയിരിക്കുന്നു. പിന്നീട് മറ്റു കമന്റ്സും ഉണ്ട്. ശരിക്കും ഈ ഇടതുഇടങ്ങൾ എന്നുള്ള കമന്റുകളും ഉണ്ട്. അത് കുറച്ചുകൂടെ രസകരമായിട്ട്, ഇവരൊക്കെ ഇത് എന്ത് തള്ളായി തള്ളിക്കൊണ്ടിരിക്കുന്നത്, ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ 2 സൈക്കിള് ചവിട്ടാമായിരുന്നു. ഇത്തരത്തിൽ ഒരാളെ ആഘോഷിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സാധാരണക്കാരിലായിട്ട് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന് പ്രൊമോഷൻ ഇല്ല എന്ന് പറയുന്നില്ല. കാരണം പുതുപ്പള്ളി ഫെസ്റ്റ് ഒരു പ്രൊമോഷൻ ആയിരുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന. അതാണ് ശരിക്കും ഒരു ജനപ്രതിനിധിക്ക് പ്രൊമോഷൻ ആയിട്ട് വേണ്ട. ജനങ്ങളെ ഇങ്ങനെ ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ കുട്ടി വരെ ഞങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു MLA എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ജനപ്രതിനിധി മാറണം. അല്ലാതെ ഇവിടെ ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ മാത്രം ഇരുന്നിട്ട് അവസാനം 50 കോടിയും 60 കോടിയും ഒക്കെ കൊണ്ടുവന്ന് ചെലവഴിച്ച് സ്വന്തം മണ്ഡലത്തിൽ പ്രൊമോഷൻ, മറ്റെവിടെയും എല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഈ 42 കോടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. 2 ഫോട്ടോയും കൂടി വെച്ചോട്ടെ, പ്രശ്നമില്ല. വലിയ ഫോട്ടോ തന്നെ വെച്ചോട്ടെ. എന്നിരുന്നാ പോലും ഇത്രയും പൈസയാവോ? തീർച്ചയായും. അല്ല, ഇത് ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഒരുപാട് കാറുകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾക്കാണ് ഈ ചെലവ് വരവ് പട്ടിക. പണ്ട് ഈ ചൂരൽമലയ്ക്കകത്തില് വോളണ്ടിയേഴ്സിനുള്ള കോടികളും ഈ ഒരു കണക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് മുഖ്യമന്ത്രി ട്രോൾ ചെയ്യപ്പെട്ടൊരു സാധനമായിരുന്നു. മറ്റേ മുള വാങ്ങാൻ പോയി മുള കിട്ടിയില്ല, ചെലവ് 10,000. മുളക് വാങ്ങാൻ അവിടെ സംസ്കാരത്തിന്, അതെ, ശവസംസ്കാരം. ഇതൊക്കെ നമ്മള് പൊട്ടന്മാരാണോ ചിത്രം? നമ്മൾ ലൈവായിട്ട് കണ്ടിരുന്നായിരുന്നു എങ്ങനെയായിരുന്നു അതൊക്കെ നടന്നെന്നുള്ളത്. എന്നിട്ടാണ് അവിടെ ബഡ്ജറ്റിനകത്തിൽ അവസാനം ദുരിതാശ്വാസത്തിന് ആ ഒരു നിധിക്ക് അതിന്റെ ശേഷം ബഡ്ജറ്റ് ചെലവ് കണക്ക് പുറത്തേക്ക് വന്നപ്പോ പിന്നെ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖത്തിന് 11 ലക്ഷം രൂപ. ഇത്രയധികം പൈസ. ക്യാമറ എനിക്ക് അല്ല, ചിലപ്പോ സ്വർണം ഉണ്ടാവാം, അറിയില്ല. പലപ്പോഴും പറയുന്നില്ല ഇതൊന്നും ഖജനാവിലെ പൈസ അല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ സ്വർണങ്ങൾ ഉണ്ടാവാതിരിക്കാം. ഇതൊക്കെ അയ്യപ്പന്റെ പൈസയാ. അല്ല, എല്ലാ അയ്യപ്പ ശരണം എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. എന്തായാലും ജനങ്ങൾക്ക് എപ്പോഴും ഈ ഇങ്ങനെ ചിലർ പറഞ്ഞു രാവിലെ തുടങ്ങി മറ്റേ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയെ കൊണ്ട് പോകുന്ന രീതിയിലേ രാവിലെ തുടങ്ങി എല്ലാം ഉണ്ടാവും കൂടി ഇപ്പോഴാണ് ഇതിനെയൊക്കെ മുറ്റത്തോട്ട് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു റെസ്പോൺസ് പുതുപ്പള്ളിയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. പുതുപ്പള്ളിയിലെ ഒരു പ്രത്യേക പ്രചരണ രീതിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ വേണ്ടത് അങ്ങനെ, അതാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു പ്രചരണ രീതി. മറ്റേടത്ത് ഇപ്പൊ ഞാൻ ധർമ്മടത്തു നിന്നാണെന്ന് പറയുമ്പോ തന്നെ ചിലര് പറയുന്നേറ്റിട്ടുണ്ട് 5 വർഷം ശല്യം ഇവിടുന്ന് പൊക്കോളൂ എന്ന രീതിയിലാണ് ജയിപ്പിച്ചു വിടുന്നതെന്നൊക്കെ ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല, കാരണം ധർമ്മടത്തല്ല നമ്മള് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും 45-50 കോടിയൊക്കെ കുറച്ച് കൂടി പോയി. ഇങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ ഇതിപ്പോ നമുക്ക് ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ കോടികളുടെ കണക്കും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ ഇപ്പോഴും ആൾക്കാർ ഈ ജയിപ്പിച്ചു വിടുന്നത്. ഈ അഴിമതി കാണിക്കുന്ന ആൾക്കാരെയാണല്ലോ ഇപ്പോഴും ആൾക്കാർ ജയിപ്പിച്ചു വിടുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ ജനങ്ങളോട് തന്നെ ഭയങ്കര സഹതാപം തോന്നുന്നു. നമ്മളും അതിലെ പെട്ടിട്ടുള്ള ആൾക്കാരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഇത് ഇങ്ങനെയൊന്നും കാണിക്കരുത്. എനിക്ക് മൊത്തത്തിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് നമുക്കൊരു സൊല്യൂഷൻ ഇല്ല. അതായത് എനിക്ക് തോന്നുന്നു ഇനി LDF തന്നെ വരുള്ളൂ. ഇനി LDF തന്നെ ഭരിക്കും, അവര് തന്നെ വരുള്ളൂ. അതോടുകൂടി ആൾക്കാർക്ക് മനസ്സിലാവും എന്നാണ് തോന്നുന്നത്. ഇനി ചിലപ്പോ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പൊട്ടന്മാരാന്ന് തന്നെ വിചാരിക്കേണ്ടതുള്ളൂ. ഇനി തീർച്ചയായും ഒരു മാറ്റം അനിവാര്യമാണ്. മാറ്റമില്ലാത്തത് ആളുകൾ തയ്യാറാവണം. അതിന് മാറ്റത്തിന് വേണ്ടി ആളുകൾ തയ്യാറാവണം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് കേസ് വരുന്നുണ്ട്, അവരെന്തെങ്കിലും കാണിച്ച് അതങ്ങ് ഇതായിട്ട് പോകുന്നുണ്ട്, അവര് ലാസ്റ്റ് ഊരിപ്പൂരി അങ്ങനെ വന്നോളും, കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് ഇപ്പോഴും ഇതൊരു പ്രശ്നമല്ല എന്നുള്ളൊരു തോന്നല് വരുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അവർക്ക് അത് ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം അവര് തന്നെ ഭരിക്കും, അവര് തന്നെ മുക്കും, അവര് തന്നെ കക്കും. അത്രേ ഉള്ളൂ.